1992 ഞാൻ എടക്കര പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു. ആ സമയത്ത് എടക്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് റോഡ് സൈഡിലുള്ള ഒരു കടമുറിയാണ്. ശരിക്കും പറഞ്ഞാൽ റോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാല് വെക്കുന്ന റോഡിലൊക്കെ ഉണ്ടാണ്. പോലീസ് സ്റ്റേഷന് ജീപ്പ് ഇടുന്നത് റോഡ് സൈഡിലാണ്. അത്ര ഒരു പരിതാപകരമായ ഒരവസ്ഥയാണ്. ഒരു കടമുറിയിലാണ് പോലീസ് സ്റ്റേഷൻ. പക്ഷെ അതുകൊണ്ട് മറ്റൊരു ഗുണമുള്ളത്, റോഡിലോ ടൗണിലോ എന്ത് നടന്നാലും പോലീസ് അറിയും. കാര്യം ടൗണിൻ്റെ ഹൃദയഭാഗത്തൊരു കടമുറിയിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമയത്താണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ്സുകളെല്ലാം വന്ന് തിരിയുകയും പോവുകയൊക്കെ ചെയ്യുന്നതിന് വിലങ്ങുതടിയായിട്ട് ഒരു തടസ്സം പോലെ ഓട്ടോറിക്ഷകളെല്ലാം അതിൻ്റെ മുമ്പിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്, ആ ബസ് വന്ന് തിരിയുന്ന സ്ഥലത്ത്. അപ്പം ഞാനൊരു ദിവസം ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അവിടെ നിന്നൊന്ന് മാറ്റണം. ബസ് തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വശത്ത് നിർത്താതെ ഇച്ചിരി അകലേക്ക് മാറി ഒരു സ്ഥലത്ത് എതിർവശത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, അവിടെ പാർക്ക് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് യാത്രക്കാരെ കയറ്റി ഇറക്കണമെന്നല്ലേ ഉള്ളൂ, അതിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ ഓട്ടോറിക്ഷക്കാരും പറയും ചെയ്യാം സാർ, അതാണ് സൗകര്യം എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം അതിനകത്ത് തന്നെ ചില ചെറുപ്പക്കാർ ഓട്ടോറിക്ഷക്കാരുണ്ട്, പയ്യന്മാർ, തീരെ ചെറുപ്പക്കാർ, 10, 20, 22, 24 വയസ്സുള്ള യങ് ബ്ലഡ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്കെല്ലാം അത്ര വലിയ താല്പര്യമില്ലായിരുന്നു തോന്നുന്നു. പക്ഷേ എന്നാലും അതാണ് അതിൻ്റെ ന്യായമെന്ന് അവരും അംഗീകരിച്ചു, അവരനുസരിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ നോക്കുമ്പോഴും അവിടെ തന്നെ പാർക്ക് ചെയ്യുക. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളോട് അവിടെ നിന്ന് മാറ്റി ഇടണമെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താണ് നിങ്ങൾ ഇപ്പോൾ അത് വീണ്ടും അവിടെ തന്നെ കൊണ്ടിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാറേ അത് ഞങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം ട്രാഫിക്കിന് തടസ്സം വരാത്ത രീതിയിലാണ് അവിടുന്ന് മാറ്റാൻ പറഞ്ഞത്. നിങ്ങളത് അവിടുന്ന് മാറ്റിയേ പറ്റൂ. നിങ്ങളിവിടെ സമ്മതിച്ചിട്ടാണല്ലോ മാറ്റാമെന്ന് പറഞ്ഞത്, ഇനി എന്തുകൊണ്ട് നിങ്ങൾ മാറ്റില്ല, നിങ്ങൾ അവിടുന്ന് മാറ്റിയേ പറ്റൂ. ഇല്ല സാറേ ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു 3-4 അന്നത്തെ കാലഘട്ടത്തിൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും പേരിൽ ഓട്ടോറിക്ഷയായിരിക്കും. ഈ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥത ഉണ്ടാവില്ല. ആരുടെയെങ്കിലും ഓട്ടോറിക്ഷ ഏതെങ്കിലും ചിലപ്പോൾ ചിലർക്ക് ലൈസൻസ് പോലും ഇല്ലാത്തവർ ഓടിക്കാനിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓട്ടോറിക്ഷകൾ പലതും CC അടവുള്ളതാണ്. ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാനുള്ളതുണ്ട്, കുടിശ്ശികയുള്ളതുണ്ട്, ബുക്ക് പേപ്പർ ഇല്ലാത്തതുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഓട്ടോറിക്ഷകളാണ് ഓടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയായാൽ ശരിയാവില്ല, നിങ്ങൾ എത്രയും വേഗം പറയുന്ന അനുസരിച്ച് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറത്തക്ക രീതിയിൽ ഒതുക്കിയിടുന്നതാണ് നല്ലത്. അപ്പോൾ അവർ ചെയ്യില്ല എന്നൊരു വാശിയായപ്പോൾ ഞാൻ ഒരു 2-3 ദിവസം പെറ്റി കേസ് കൊടുത്തു. അപ്പോൾ ഒരു സന്ധ്യ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ റോഡ് സൈഡിലാണ് പോലീസ് സ്റ്റേഷൻ. റോഡ് സൈഡിൻ്റെ മുമ്പിൽ അവരുടെ സകല ഓട്ടോറിക്ഷയും കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുൻവശം മുഴുവനും ഓട്ടോറിക്ഷകളെല്ലാം കൂടെ കൊണ്ടിട്ട് ലോക്ക് ചെയ്തിട്ട് എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വീട്ടിൽ പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശം മുഴുവനും ഓട്ടോറിക്ഷകളാണ്, റോഡ് സൈഡാണ്, റോഡിൽ ഉൾപ്പെടെ ഓട്ടോറിക്ഷയാണ്. അത് അവരൊരു അഹങ്കാരമാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഞാനൊരു 1-2 പ്രായമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല, ഇത് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഇല്ല സാറേ, അവർ പിള്ളേരെല്ലാവരും ചെറുപ്പക്കാർ പിള്ളേരോട് അവരുടെ തീരുമാനമാണ് ഇത്, അവരിനി ഓടുന്നില്ല, ഓട്ടോറിക്ഷ ഇവിടെ തന്നെ കിടക്കട്ടെ എന്നുള്ള തീരുമാനമാണ്. ഞാൻ പറഞ്ഞ തീരുമാനം നല്ലതാണ്, പക്ഷേ നിങ്ങൾ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ടിയാലും ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നില്ല, ഇനി ഓട്ടോറിക്ഷ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ശരി, കിടക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഞാൻ അന്ന് രാത്രിയിൽ തന്നെ ഞാൻ പോയി മറ്റൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് സകല ഓട്ടോറിക്ഷകളും എനിക്ക് കീ ഇല്ലാതെ തന്നെ വയർ കൂട്ടിമുട്ടിച്ച് ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എടക്കര പോലീസ് സ്റ്റേഷൻ റോഡ് സൈഡിലാണ്, തൊട്ട് മുമ്പിൽ റോഡാണ്, ഓട്ടോറിക്ഷ നിർത്താനുള്ള സ്ഥലമില്ല.
എന്നാൽ വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ ഇത്തിരി ഉള്ളിലേക്ക് മാറിയാണ്, നല്ലൊരു കോമ്പൗണ്ടുണ്ട്, എത്ര ഓട്ടോറിക്ഷ വേണമെങ്കിലും അവിടെ കൊണ്ടിടാൻ പറ്റും. എല്ലാ ഓട്ടോറിക്ഷകളും വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രാത്രിയിൽ ഏതാണ്ട് ഒരു 12 മണി മുതൽ രാവിലെ 6 മണി വരെ ഈ ഓട്ടോറിക്ഷ കൊണ്ടിടിക്കലും ജീപ്പിൽ അവരെ തിരിച്ച് എടക്കര സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും വയർ കൂട്ടി മുട്ടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഈ ഓട്ടോറിക്ഷ നേരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ജീപ്പിൽ ആ ഡ്രൈവറെ വീണ്ടും കൊണ്ടുവരുന്നു. വീണ്ടും ഓട്ടോറിക്ഷയും കൊണ്ട് അയാൾ പോകുമ്പോൾ അയാളുടെ കൂടെ പോകുന്നു, വീണ്ടും കൊണ്ടുവരുന്നു. അങ്ങനെ രാവിലെ 6 മണി വരെയും ഞാൻ ജോലി ചെയ്തു. രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് എടക്കര പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ഒറ്റ ഓട്ടോറിക്ഷ പോലും ഇല്ല, റോഡ് ക്ലീൻ. ഡ്രൈവർമാരൊക്കെ രാവിലെ വന്ന് നോക്കി അവരെ ഇട്ടിട്ട് പോയ ഓട്ടോറിക്ഷയൊക്കെ എവിടെയാണെന്ന്. ഒരു ഓട്ടോറിക്ഷ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, നിങ്ങൾ വഴി കൊണ്ടിട്ടെങ്കിൽ വഴി കാണും. അവ ഓരോരുത്തരായിട്ട് ഓട്ടോറിക്ഷ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അന്ന് പലരുടെയും ജീവിത മാർഗ്ഗം ഇന്നത്തെ പോലെ ഒരു ലക്ഷൂറിയസ് ലൈഫ് എന്നുള്ള കാലമല്ല. പലരും പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോകുക എന്ന് പറഞ്ഞാൽ, ഒരു ഓട്ടോറിക്ഷ ഓട്ടം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാലമായിരുന്നില്ല. പക്ഷെ അഹങ്കാരത്തിന് അവർ ചെയ്തതാണ്. അവർ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമായി. ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമായപ്പോൾ പിന്നെ അവരെങ്കിലും പറഞ്ഞത് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഞാൻ രാത്രി തന്നെ ഒരു FIR എടുത്തിരുന്നു. ഓട്ടോറിക്ഷകൾ കൊണ്ട് നിരത്തിയിട്ടിട്ട് റോഡ് ബ്ലോക്കാക്കിയെന്ന് പറഞ്ഞിട്ട് ഈ കണ്ടാലറിയാവുന്ന 10-30 ഡ്രൈവർമാരുടെയും പേരിലും അവരുടെ ഓട്ടോറിക്ഷ നമ്പർ കൂടെ ചേർത്തിട്ട് ഒരു FIR എടുത്തിരുന്നു. ആ FIR പ്രകാരം ഈ സകല ഓട്ടോറിക്ഷയും എൻ്റെ കേസിലെ തൊണ്ടി മുതലുകളാണ്. ആ തൊണ്ടി മുതലുകളാകുമ്പോൾ ഇത് ഞാൻ പിന്നെ കോടതി കൊടുക്കാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയുടെ ലിസ്റ്റും ഇതെല്ലാം കൂടെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്നും ഞാനപ്പോൾ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് അവരോട് മാറ്റാൻ പറഞ്ഞാൽ അവർ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അപ്പോൾ മജിസ്ട്രേറ്റിന് എഴുതി ഇവർ കാണിച്ച മര്യാദകേടാണല്ലോ. ഉടനെ തന്നെ കോടതിയിൽ നിന്നും എടക്കര പോലീസ് കസ്റ്റഡി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ തന്നിട്ട് ഈ ഓട്ടോറിക്ഷകളെല്ലാം എടക്കര പോലീസ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ ഓട്ടോറിക്ഷകളെല്ലാം വഴിക്കട പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ കിടക്കുകയാണ്. അതിൻ്റെ കസ്റ്റോഡി എന്ന് പറയുന്നത് എടക്കര പോലീസാണ്. അപ്പോൾ ഇനി ഈ ഓട്ടോറിക്ഷ റിലീസ് ചെയ്യണമെങ്കിൽ കോടതിയിൽ നിന്നുള്ള ഓർഡർ വേണം. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ അന്നേരത്തെ ബുദ്ധിമോശം കൊണ്ട് പറ്റിപ്പോയതാണ്, ഓട്ടോറിക്ഷ തന്നാൽ ഞങ്ങളെങ്കിലും ഓടി വീട്ടിൽ അരി വാങ്ങിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നിർവാഹമില്ല, നിങ്ങളോട് അന്നേരം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. ഇനിയിപ്പോൾ നിർവാഹമില്ല, ഇനിയിപ്പോൾ കോടതിയുടെ മുതലാണത്. കോടതി പറയണം നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ, കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ തരാം. കോടതിയിൽ നിന്ന് ഇവർക്ക് പലർക്കും ഓർഡർ വാങ്ങിക്കാൻ പറ്റില്ല. കാര്യം എവരുടെ ആരുടെയും പേരിലല്ല ഓട്ടോറിക്ഷ കിടക്കുന്നത്. ഓട്ടോറിക്ഷക്കാരെ പലരും ഗൾഫിലുള്ളവരുണ്ട്, അന്യദേശത്തുള്ളവരുണ്ട്, RC ഓണർമാരില്ല, RC ബുക്ക് ഇല്ലാത്ത ഓട്ടോറിക്ഷയുണ്ട്. ഇവർക്കാർക്കും ഓട്ടോറിക്ഷ എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. അവർ പല വിധത്തിലും നോക്കി, വക്കീലിനെ വെച്ച് കോടതിയിൽ അപ്പിയർ ചെയ്ത്. അപ്പോൾ കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ RC ബുക്കുമായിട്ട് ഒരു ഓട്ടോറിക്ഷ വിട്ടുതരാം. പക്ഷേ RC ബുക്കില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനില്ല, RC ഓണറില്ല. അങ്ങനെ ഓട്ടോറിക്ഷ വളരെ നാൾ ആ എടക്കര വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടന്നു. പിന്നെ അവരെവിടുന്നൊക്കെ ഈ സേട്ടുമാരുടെ കയ്യിലിരുന്ന RC ബുക്ക് പൈസ മുഴുവനും കൊടുത്ത് അത് എടുക്കേണ്ടി വന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പുറത്തു പോയവരെ വിളിച്ചു വരുത്തി, ഗൾഫിലുള്ളവരെ കൊണ്ട് പിന്നെ വേറെ എന്തോ അവിടെ വിറ്റ് ഫയൽ ചെയ്ത്, അങ്ങനെയൊക്കെയാണ് പല ഓട്ടോറിക്ഷകളും പുറത്തെടുത്തത്. പക്ഷേ അതോടുകൂടി ഒരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഓട്ടോറിക്ഷക്കാർക്ക് മനസ്സിലായി ഈ ഓട്ടോറിക്ഷക്കാരുടെ ഗുണ്ടായുസം മാത്രമല്ല, അങ്ങനെ ഗുണ്ടായുസം കാണിച്ചാൽ ഒരു പോലീസ് നടപടിക്ക് സാധ്യതയുണ്ടെന്നും അത് എപ്പോഴും അവർ സഹകരിച്ച് പോവുകയല്ലാതെ പോലീസിനോട് ഗുസ്തി പിടിക്കാൻ പറ്റില്ല, നിന്നിട്ട് കാര്യമില്ല എന്ന് കാലഘട്ടം കൊണ്ട് ഓട്ടോറിക്ഷക്കാർക്ക് മനസ്സിലായി. പക്ഷേ പല വീടുകളും ആ ഒരു 1.5 മാസം പട്ടിണിയായി പോയി എന്നുള്ളത് കഷ്ടമായൊരു സംഗതിയാണ്. എങ്കിലും ആ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഈ ഓട്ടോറിക്ഷക്കാരുടെ അമിതമായ അനാവശ്യമായ സമരമാണെന്നുള്ളതാണ് സത്യം. അതോടുകൂടി ഓട്ടോറിക്ഷക്കാരൊരു പാഠം പഠിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ ട്രാൻസ്ഫറായി പോകുന്നിടത്തോളം
ഒരു ഓട്ടോറിക്ഷക്കാരനും എന്നോട് ഒരു ഗുസ്തിക്കോട്ട് വന്നിട്ടുമില്ല. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ 2003 നിലമ്പൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കുമ്പോൾ കുറേ കള്ളനോട്ട് പിടിച്ചതിൻ്റെ ഒരു സംഭവം ഉണ്ടായി. അത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ആരോ അജ്ഞാതർ വിളിച്ച് പറഞ്ഞൊരു സന്ദേശം ഉണ്ടായിരുന്നു. ഒരു വെള്ള അംബാസഡർ കാറ് വഴിക്കടവ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, അതിനകത്ത് കള്ളനോട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കിട്ടിയ മെസ്സേജ്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ആ മെസ്സേജ് ഉടൻ തന്നെ നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടറായി എനിക്ക് പാസ് ചെയ്യുകയും ഞാനുടൻ തന്നെ എടക്കര വഴിക്കടവ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുടൻ തന്നെ ആ ഭാഗം കവർ ചെയ്യാമെന്ന് വേണ്ട നിർദ്ദേശവും കൊടുത്തു. എന്നിട്ട് ഞാനുടൻ തന്നെ വഴിക്കടവ് അങ്ങാടിയിലെത്തി ഇങ്ങനൊരു വെള്ള അംബാസഡർ കാർ വരുന്നുണ്ടോ എന്ന് നോക്കി. അങ്ങനെ വണ്ടി ഈ ഒരു പർട്ടിക്കുലർ കാർ അല്ലാതെ അതുവഴി വരുന്ന വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു സന്ധ്യ വരെ നോക്കിയിട്ട് ഒരു കാറും വരുന്നില്ല. ഈ പറയുന്ന നമ്പറിൽ ഒരു കാർ എത്തിയിട്ടില്ല. ബാക്കിയുള്ള കാറുകളൊക്കെ നോക്കുന്നുണ്ട്. അതിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ സംഗതികളൊന്നുമില്ല. പിന്നെ ചില വണ്ടികൾക്കൊക്കെ പെറ്റി കേസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാറുകൾ വരുന്നു പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന നമ്പറിലുള്ള വെള്ള അംബാസഡർ കാർ അവിടെ വന്ന് നിന്നു. ഉടൻ തന്നെ കാർ കൈ കാണിച്ച് നിർത്തി. കാറിൽ നിന്ന് 2 പേരിറങ്ങി. അതിൽ ഒരാളിനെ കണ്ടിട്ട് മലപ്പുറം ജില്ലയിലെ ഉന്നതനായ രാഷ്ട്രീയ നേതാവിൻ്റെ അതേ മൂർച്ചയുള്ള ഒരാൾ, പിന്നെ ഒരു ഡ്രൈവർ, 2 പേരുണ്ടായിരുന്നത്. പക്ഷെ അവരെ ഈ പറയുന്ന വണ്ടിയിൽ നിന്ന് ഇറക്കി നിർത്തി അവരുടെ കാർ പരിശോധിച്ചു. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ ഇങ്ങനെ ഈ വണ്ടി നിർത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാരും വട്ടം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് വിശദമായിട്ടൊന്ന് നോക്കണമല്ലോ എന്ന് കരുതി എൻ്റെ കൂടെ അപ്പോഴവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മത്തായി എന്ന് പറയുന്നൊരു പോലീസുകാരനുണ്ട്. മത്തായിയോട് ഞാൻ പറഞ്ഞു, മത്തായി ഒരു കാര്യം ചെയ്യേ, ഈ വണ്ടി നമ്മൾ നോക്കി ഇതിനകത്ത് ഈ പറയും പോലെ സംഗതികളൊന്നും കാണാനില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, വണ്ടിയായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളൂ, ഞാൻ ജീപ്പിലങ്ങ് വരാം. വണ്ടി നിങ്ങൾ ഈ കാറ് കയറിക്കൂ, കാറിൽ മത്തായിയുടെ കയറി വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. മത്തായി അതനുസരിച്ച് വണ്ടിയിൽ കയറി. മുന്നിലത്തെ സീറ്റിൽ ഡ്രൈവറുടെ സീറ്റ് ഡ്രൈവറുണ്ട്, ഇടതുവശത്ത് ഡ്രൈവറോടൊപ്പമുള്ള യാത്രക്കാരനുണ്ട്. മത്തായി പുറകിലത്തെ സീറ്റ് കയറി. മത്തായി യൂണിഫോമിലാണ്. നേരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. അപ്പം ഞാൻ അതിൻ്റെ പുറകിന് ജീപ്പിൽ വരുന്നുണ്ട്. കുറച്ച് ദൂരം കഴിഞ്ഞ് വഴിക്കടവ് സ്റ്റേഷനിലേക്ക് തിരിയുന്ന സ്ഥലമായിട്ടും കാറ് തിരിയുന്നില്ല. കാറ് നേരെ വിട്ടു പോവുകയാണ്. അവിടെ തന്നെ ഞാൻ എടക്കര നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വയർലെസ്സിൽ കൂടെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്, അതിനകത്ത് നമ്മുടെ ഒരു പോലീസുകാരനുണ്ട്. പക്ഷേ കാറ് വഴിക്കടവ് സ്റ്റേഷനിലേക്ക് വിട്ടാണ്, വഴിക്കടവ് സ്റ്റേഷനിൽ വരാതെ കാറ് നേരെ വിട്ടു പോവുകയാണ്. അതുകൊണ്ട് അവിടെ തന്നെ റോഡ് ബന്ദോബസ്ത് ചെയ്തിട്ട് ആ കാറ് പിടിക്കാൻ ശ്രമിക്കണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇടക്കരയും നിലമ്പൂരുള്ള പോലീസുകാർ വണ്ടിയുമൊക്കെ റോഡിലിറങ്ങി നിന്നിട്ടുണ്ടാവണം. ഏതായാലും ഞാൻ ഈ വയലസ്സിൽ പറയുമെന്നുള്ളതും എടക്കര നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ നേർ റോഡിലാണെന്നുള്ളതും അറിയാവുന്നവരാണ് ഈ ഡ്രൈവറുടെ കൂടെ ഒപ്പം ഇരിക്കുന്ന ആളും. കാറ് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിയാത്ത സ്ഥിതിക്ക് ഞാൻ വയലസ്സിൽ പറഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാർ SI ഒക്കെ റോഡിലുണ്ടാവുമെന്ന് ഈ കാറിനകത്തിരിക്കുന്ന ഡ്രൈവർക്കും ഡ്രൈവറുടെ കൂടെയുള്ള ആളിനും അറിയാം എന്ന് എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ കരുതിയത് ഇവർ നേരെ പോകാൻ സാധ്യതയില്ല. നേരെ പോയാൽ ഈ മെയിൻ റോഡിൻ്റെ സൈഡിലാണ് 2 പോലീസ് സ്റ്റേഷനുകളും. അവിടുത്തെ പോലീസുകാർ അവരുടെ വണ്ടി തടയും. സെറ്റിൽ ജീപ്പിൽ വയർലെസ് സെറ്റുള്ള കാര്യം അവർക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ റോഡിൽ പോകാൻ അവർ സാധ്യതയില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി.
അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജീപ്പിൽ മോഹൻദാസ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ട്. മോഹൻദാസ് പറഞ്ഞ സാറേ, നമ്മൾ നേരെ മെയിൻ റോഡിൽ പോയാൽ അത് കിട്ടാൻ സാധ്യതയില്ല, നമുക്ക് ഇപ്പുറത്തൂടെ വന്നിട്ട് വേറൊരു റോഡുണ്ട്. റോഡെന്ന് പറഞ്ഞാൽ മുണ്ടപ്പാലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കൊരു റോഡുണ്ട്. ലെഫ്റ്റിലേക്കുള്ള റോഡേ പോയാൽ നമ്മൾക്ക് അവർ ആ വഴി പോകാനാണ് സാധ്യത. ആ വഴി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ആ റോഡേ പോയാൽ ഒരുപക്ഷെ അവരെ ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ അവിടെ മുണ്ടയിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാലമുണ്ട്. അന്ന് പാലമൊന്നുമില്ല, പാലം പണി ആയിട്ടില്ല. അപ്പോൾ 6 വറ്റി കിടക്കുന്നതുകൊണ്ട് പക്ഷെ അതിൽ കൂടെ വണ്ടി ഇറങ്ങി പോകാൻ പറ്റും. അപ്പോൾ കാറിനേക്കായി വേഗത്തിൽ ജീപ്പിന് ആ വഴി ഇറങ്ങി പോകാൻ പറ്റും. അപ്പോൾ അവർ ആ വഴി പോകാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ വഴി തന്നെ അതിൻ്റെ കാറിൻ്റെ തൊട്ട് പുറകെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ കാറ് റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നു. കാറ് റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന മത്തായി റോഡിൽ നിൽക്കുകയാണ് യൂണിഫോമിൽ. അകത്ത് ഈ പറയുന്ന ആളും ഡ്രൈവറും ഉണ്ട്. ഈ പറയുന്ന ആളുമായിട്ട് മത്തായി വെളിയിൽ നിന്ന് ഇടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കാറ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞു. കാറ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടില്ല. നേരെ പോകുകയെന്ന് പറഞ്ഞപ്പോൾ മത്തായിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒന്നീ മത്തായിയുടെ ജീവൻ അപകടത്തിൽ, അല്ലെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല. ഉടൻ തന്നെ മത്തായി അയാളെ കയറി പിടിച്ചു. അയാൾ തിരിച്ച് ഇങ്ങോട്ട് മത്തായിയെ അടിച്ചു, മത്തായി അയാളെ അടിച്ചു. അവസാനം അവർ കാറ് നിർത്തിയിട്ട് മത്തായിയെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. മത്തായിയും ഈ കാറിനകത്തിരിക്കുന്ന ആൾ, ഞാൻ അയാളോട് പിന്നീട് പേര് ചോദിച്ചു. അപ്പോൾ അയാൾ മുഹമ്മദ് അലി എന്ന് പറഞ്ഞു. ഈ മുഹമ്മദ് അലിയും ഈ മത്തായിയായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീപ്പ് പെട്ടെന്ന് കുറുക്ക് വഴി അവിടെ ചെന്നിട്ട് ഈ വണ്ടിയെ പിടിക്കുന്നത്. പെട്ടെന്ന് ജീപ്പ് കൊണ്ടത് കാറിന് കുറുക്ക് നിർത്തിയപ്പോൾ അപ്പോഴാണ് ഈ മുഹമ്മദ് ഡ്രൈവർ ഞങ്ങളെ കാണുന്നത്. അവർക്ക് മനസ്സിലായി അവർ പിടിക്കപ്പെട്ടു എന്ന്. ഉടൻ തന്നെ മുഹമ്മദ് അലിയെയും ഡ്രൈവറെയും കാർ ഓഫ് ചെയ്തിട്ട് ഞങ്ങളുടെ ജീപ്പിൽ കയറ്റി. ജീപ്പ് ഞാൻ ഓടിച്ചു. പോലീസ് ഡ്രൈവറെ കൊണ്ട് കാർ ഓടിപ്പിച്ച് വണ്ടി നേരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തു. ഒപ്പം മത്തായിയേയും കൂട്ടി. വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാറ് നിർത്തി. അപ്പോൾ ഞാൻ ഈ മുഹമ്മദിയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് നിർത്താതെ പോയത്? അത് സാറേ, അത് പേടി കൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? പിന്നെ മഴയിൽ കനവില്ലാത്തവൻ വഴി ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇല്ല സാറേ, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ പേടി തോന്നിപ്പോയി, അതുകൊണ്ട് അങ്ങ് വിട്ടുപോയതാണ്. ഞാൻ പറയാം, ഏതായാലും പോലീസ് സ്റ്റേഷൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പോലീസ് സ്റ്റേഷനകത്ത് കയറ്റി നിർത്തിയിട്ട് കാർ പരിശോധിച്ചു. കാർ പരിശോധിച്ച് പെട്ടെന്നൊന്നും കാണാനില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു യുക്തി തോന്നി, കാറിൻ്റെ സീറ്റിൻ്റെ അടിയിലേക്കൊന്ന് നോക്കിയാലോ. കാറിൻ്റെ സീറ്റ് ഇളക്കി മാറ്റിയിട്ട് നോക്കുമ്പോൾ ലക്ഷങ്ങളുടെ 100 രൂപ നോട്ടും 50 രൂപ നോട്ടും അടുക്കി വെച്ചിരിക്കുകയാണ് സീറ്റിൻ്റെ അടിയിൽ. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ ശരിയായിരുന്നു, നോട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നോട്ടുകെട്ടുകൾ മുഴുവനും കാറിൽ നിന്ന് മാറ്റി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് 3-4 പോലീസുകാരെ വിളിച്ച് വട്ടവരുത്തി എൻ്റെ മഹസർ എഴുതിക്കുകയായി അടുത്ത പണി. ഉടൻ തന്നെ ഒരു FIR എടുത്തു കാറ് കണ്ടെടുത്തതിലേക്ക്. അതോടൊപ്പം തന്നെ ഈ മുഹമ്മദ് അലി ഡ്രൈവറേയും ചേർത്ത് ഒരു കേസും എടുത്തു. കാർ ഒന്നുകൂടെ പരിശോധിച്ചു. കാര്യം മത്തായിയെ പുറത്ത് തള്ളിയിട്ട് ഡ്രൈവർ പറയുന്നുണ്ടായിരിക്കുന്നു, തോക്കെടുത്തിക്ക അവനെ വെടിവെക്കുന്നു. മത്തായി പറഞ്ഞു, എടുക്കുക അവനെ വെടിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് തോക്കുണ്ടോ എന്നൊരു സംശയം തോന്നി. പക്ഷെ അതിനകത്ത് തോക്കില്ലായിരുന്നു. മത്തായിയെ ഭയപ്പെടുത്താൻ വേണ്ടി ഡ്രൈവർ ഇറക്കിയ ഒരു നമ്പർ മാത്രമായിരുന്നു അത്. പോലീസുകാരെ എല്ലാവരും കൂടെ മേശയ്ക്ക് ചുറ്റിയിരുന്ന് ഓരോരുത്തരായിട്ട് ഓരോ ഘട്ടം എടുത്ത് നമ്പർ എഴുതുകയാണ്. ഞാൻ പിന്നീട് വന്ന് എണ്ണി നോക്കുമ്പോൾ അതിനകത്ത് ഒരു കെട്ട് 100 രൂപ നോട്ട് കാണാനില്ല. നമ്മുടെ പോലീസുകാർ മാത്രമേ ഉള്ളൂ അവിടെ. ആ പോലീസുകാരുടെ മുമ്പ് മേശപ്പുറത്ത് ഞാൻ എണ്ണി ഇട്ടുകൊടുത്ത കെട്ടുകളിൽ
ഒരു കെട്ട് കാണാനില്ല. ഒരു കെട്ട് നോട്ട് കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു തീരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നി. കാരണം അങ്ങനെ നോട്ട് കാണാതിരിക്കാൻ പാടില്ലല്ലോ. ഞാൻ ആ മുറി മുഴുവൻ പരിശോധിച്ചു, എവിടെയും നോട്ടില്ല. ഇതിൻ്റെ മാസ്റ്റർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പതുക്കെ പുറത്തിറങ്ങി പരിശോധിച്ചു. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒരു 100 രൂപയുടെ ഒരു കെട്ട് നോട്ട് പുറത്ത് സൺഷെയ്ഡിൻ്റെ മുകളിൽ കിടക്കുന്നു. ഈ എഴുതാനേൽപ്പിച്ച ഏതോ പോലീസ് ഉദ്യോഗസ്ഥൻ ആരും കാണാതെ അതിനിടയിൽ നിന്നും ചൂണ്ടി പിന്നീട് എടുക്കാൻ വേണ്ടി പുറത്ത് സൺഷെയ്ഡിൽ കൊണ്ടുവച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കള്ളനോട്ട് പിടിച്ച് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ സമൂഹത്തിൽ നന്മ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പോലീസുകാർ അതിനകത്ത് നിന്ന് കള്ളനോട്ട് അടിച്ച് മാറ്റുക എന്ന് പറയുമ്പോൾ എത്ര പരിതാപകരമായ അവസ്ഥയാണ്. പക്ഷേ ഇത്രയും പേരിരിക്കുന്ന നല്ലവരും ഉണ്ടാവാൻ ചീത്തയുണ്ടാവാം ഈ പോലീസുകാരുടെ കൂട്ടത്തിൽ. നമ്മൾ ആരെ കുറ്റം പറയും? ആരും എടുക്കുക നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ടും എനിക്കൊരു ഒരാളെ സംശയം ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അയാളോട് ചോദിച്ചില്ല. കാര്യം അയാളോട് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അയാളല്ല എങ്കിൽ അതൊരു മോശമായ കാര്യമല്ല അയാളോട് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചില്ല അയാളോട്. പിന്നീട് ആ നോട്ട് കൂടെ എടുത്ത് മാസ്റ്റർ എഴുതി. മാസ്റ്റർ പിന്നെ കാറിൻ്റെ മാസ്റ്റർ ഒപ്പം എഴുതിയെടുത്തു, നോട്ടിൻ്റെ മാസ്റ്ററും എഴുതി. പ്രതികളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അടുത്ത ദിവസം FIR-ഉം പ്രതികളെയും നോട്ടും കാറും എല്ലാമായിട്ട് നിലമ്പൂർ കോടതി ഹാജരാക്കുകയും ചെയ്തു. പിന്നീട് കോഴിക്കോട് കൗണ്ടർഫീറ്റ് സ്ക്വാഡാണ് അത് അന്വേഷിച്ചത്. ആ കേസിൽ മുഹമ്മദ് അലിക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പിടിക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഈ കള്ളനോട്ട് സംഘത്തിലെ തന്നെ ചില ചേരിതിരിവും തൊഴുത്തിൽ കുത്തുമാണ്. ഈ സ്പിരിറ്റ്, കള്ളനോട്ട് ഇതൊക്കെ കിട്ടണമെങ്കിൽ, പോലീസ് പിടിക്കണമെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെയുള്ള ആരെങ്കിലുമൊക്കെ ഒറ്റ തന്നാലാണ് സാധാരണയായിട്ട് പിടിക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ആരും അറിയാതെ അത് ഒഴുകി പോവുകയുള്ളൂ. കാരണം വരുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യാനോ, എല്ലാ ലോറികളും അഴിച്ചു നിർത്തി നോക്കാനോ, എല്ലാ കാറുകളിലെയും ഡിക്കിയും സീറ്റും പൊക്കി പരിശോധിക്കാനോ ഒന്നും പോലീസിനെ കൊണ്ട് കഴിഞ്ഞിരിക്കില്ല. അത് പ്രായോഗികമല്ല. പിന്നെ മറ്റ് പല കേസുകളിൽ കൂടെ മുഹമ്മദ് അലി ഉൾപ്പെടേണ്ടി വന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുഹമ്മദ് അലിയുടെ വീട്ടിൽ പോയിരുന്നു. അതിൻ്റെ ഈ കിട്ടിയ നോട്ടിൻ്റെ ബാക്കി നോട്ടുകൾ വല്ലതും പുള്ളിയുടെ വീട്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഒരു പഴയ മുസ്ലിം കുടുംബം 10-12 ഏക്കറിനകത്ത് ഒരു പഴയ തറവാട് വീട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെ എല്ലാം കണ്ടു. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പം ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, സാറേ ഇത് 10-15 ഏക്കർ ഉണ്ടായിരുന്ന ഒരു വലിയ തറവാടായിരുന്നു. ഈ മനുഷ്യൻ ഓരോ കള്ളനോട്ട് കേസിനും പ്രതിയാവും, ജാമ്യം എടുക്കാനും കേസ് നടത്താനും ഓരോ ഏക്കർ വീതം വിൽക്കും. അങ്ങനെ വിറ്റിട്ട് ഇപ്പോൾ 5-8 ഏക്കർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ മനുഷ്യൻ ഈ കള്ളനോട്ട് ബിസിനസ്സിൽ നശിപ്പിച്ചതാണ്. ഈ കച്ചവടം കൊണ്ട് ഇയാൾ നന്നാവും അതുമില്ല, മാത്രമല്ല ഉള്ള മുതൽ നശിക്കുകയൂടെ ചെയ്യുകയാണ്. എത്ര പറഞ്ഞാലും ഇയാൾ ഈ ബിസിനസ് നിർത്തത്തതുമില്ല. സംഗതി ശരിയാണ്. പിന്നീട് ഞാൻ അറിഞ്ഞത് മുഹമ്മദ് അലി പിന്നെയും കള്ളനോട്ട് കേസിൽ കുടുങ്ങി എന്നുള്ളതാണ്. ശരിക്കും വീരപ്പൻ റഹീം കാട്ട്പാടിക്കാരനല്ല, തമിഴനും അല്ല. താനൂരിനടുത്തുള്ള ഒരു കുഗ്രാമത്തിലെ റഹീം എന്ന് പറയുന്ന ബാലൻ വളരെ ചെറുപ്പം മുതലേ വളരെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചു വന്ന ഒരു പയ്യൻ വളർന്നപ്പോൾ അയാൾ പോലും അറിയാതെ ഒരു കള്ളനായി മാറിയതിൻ്റെ കഥയാണ് വീരപ്പൻ റഹീമിൻ്റെ കഥ.